KSAB പെൻഷനേഴ്സ് കൂട്ടായ്മയുടെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം, അഞ്ചാം സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായുള്ള വാർത്താവിശകലനമാണ്. ലാവലിന് സമാനമായ ഒരു അഴിമതി വ്യക്തമായി എടുത്തു പറയുന്നുണ്ട്. അതിൻ്റെ അന്വേഷണം ഒപ്പം നടക്കണമെന്നും ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രതിനിധി സമ്മേളനമാണ്. അതിൻ്റെ വിശദാംശങ്ങൾ അതിൻ്റെ ഭാരവാഹികൾ വെളിവാക്കുന്നു. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ജില്ലാ റിപ്പോർട്ട് നമ്മുടെ ജില്ലാ സെക്രട്ടറി ശ്രീ പ്രേംകുമാർ ഇവിടെ അവതരിപ്പിച്ചിരുന്നു. അത് അംഗീകരിക്കാമോ എന്നുള്ളത് നിങ്ങൾ കൈയടിച്ച് ശ്രീ സുൽഫിക്കർ നമ്മുടെ ഈ കഴിഞ്ഞ ഒരു വർഷത്തെ വരവ് ചെലവ് കണക്കുകൾ വളരെ വ്യക്തമായി നയാ പൈസ പോലും വ്യത്യാസമില്ലാതെ വളരെ കറക്റ്റായിട്ട് അത് കമ്പൈൽ ചെയ്തിട്ടുണ്ട്. അതാണ് അദ്ദേഹം ഇവിടെ വായിച്ചത്. അത് നമുക്ക് അംഗീകരിക്കാമല്ലോ. നമുക്ക് എല്ലാ ARU നിന്നുള്ള പ്രസിഡന്റ് സെക്രട്ടറിയോ അവർ ഒരു ചർച്ചയ്ക്ക് വിളിക്കുകയാണ്. നിങ്ങളുടെ ARUവിൻ്റെ പ്രവർത്തനത്തെ പറ്റിയൊക്കെ നിങ്ങൾക്കിവിടെ അവതരിപ്പിക്കാം. ആദ്യമായി നെയ്യാറ്റിങ്കര ARU നിന്നുള്ള സെക്രട്ടറിയോ പ്രസിഡന്റോ ആരെങ്കിലും വരിക. ആരെങ്കിലും വന്നിട്ടില്ല? വന്നായിരുന്നല്ലോ. സനൽ കുമാറുണ്ട്. സനൽ കുമാർ വരും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, മറ്റു ഭാരവാഹികളെ, ARUവിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ കൊണ്ടുപോകാനായി കഴിയുന്നത് കഴിഞ്ഞ വർഷം. ഇപ്പോൾ നമ്മൾ മൊത്തം 185 അംഗങ്ങളായി ഇങ്ങനെ ചേർത്തത്. ഏതാണ്ട് 100-ലധികം ആളുകളെ ഈ കഴിഞ്ഞ വർഷകാലങ്ങളിലാണ് ചേർത്തത്. വീണ്ടും നമ്മുടെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ ARU സമ്മേളനമെല്ലാം നല്ല ഗംഭീരമായി നടത്താൻ കഴിഞ്ഞു. അതിനെ സഹായിച്ച ജില്ലാ കമ്മിറ്റിയോട് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ മേൽ കമ്മിറ്റി, നമ്മുടെ ജില്ലാ കമ്മിറ്റിയുടെ സഹകരണവും എല്ലാ കാര്യങ്ങളിലും എന്ത് ആവശ്യമുണ്ടെങ്കിലും പറഞ്ഞാൽ അപ്പോൾ തന്നെ അവരൊന്ന് ഇടപെടുകയും ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു തരികയും എല്ലാ സപ്പോർട്ടും ചെയ്തു തരുന്ന അവർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. തുടർന്ന് ഇതുപോലുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും സംഘടനയുടെ മെച്ചപ്പെട്ട പ്രവർത്തനവും കാഴ്ചവെക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നതാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ KSAB പെൻഷനേഴ്സ് കൂട്ടായ്മ എന്ന KSABയിലെ പെൻഷൻകാരുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ സംഘടനയായ അതിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ്. എൻ്റെ പേര് മുഹമ്മദ് അലി റാവുത്തർ എന്നാണ്. ഞങ്ങളുടെ സംഘടന 2021 രൂപം കൊണ്ടു. അപ്പോൾ അതിൻ്റെ 5ാം സംസ്ഥാന വാർഷിക പ്രതിനിധി സമ്മേളനം ഈ വരുന്ന ആഗസ്റ്റ് 18 കോഴിക്കോട്ട് വെച്ച് നടക്കുകയാണ്. അപ്പോൾ അത് നമ്മുടെ സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ സണ്ണി ജോസഫ് അവർകളാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിന് മുന്നോടിയായി കേരളത്തിലെ 14 ജില്ലകളിലെയും ജില്ലാ സമ്മേളനങ്ങൾ നടന്നു വരുന്നു. അതിൽ ഏറ്റവും അവസാനത്തെ ജില്ലാ സമ്മേളനം ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായി ഈ ജില്ലാ സമ്മേളനത്തിൽ ഞങ്ങളുടെ സംഘടന ലക്ഷ്യമിട്ടുന്ന കാര്യങ്ങളും ഭാവിയിൽ എന്തെല്ലാം കാര്യങ്ങൾ നടത്തിയെടുക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ ഇന്നിവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. പുതിയ ഒരു 15-അംഗ സമിതി ഇവിടെ രൂപീകൃതമായിട്ടുണ്ട്. ശ്രീ KG സുരേഷ് കുമാർ പ്രസിഡൻ്റായിട്ടും അതുപോലെ ശ്രീ പ്രേംകുമാർ ജില്ലാ സെക്രട്ടറിയായി അടങ്ങുന്ന ഒരു സമിതിയാണ്. ശ്രീ സുൽഫിക്കർ ട്രഷററായി അടങ്ങുന്ന ഒരു സമിതിയാണ് ഞങ്ങളിവിടെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഞങ്ങളുടെ സംസ്ഥാന നിർവാഹക സമിതിയിലേക്ക് 10 അംഗങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ നിന്നാണ് ഞങ്ങൾ എല്ലാ ജില്ലകളിൽ നിന്നുള്ള സംസ്ഥാന നിർവാഹക സമിതിയിൽ നിന്നാണ് ഞങ്ങളുടെ അടുത്ത വർഷത്തേക്കുള്ള 15-അംഗ സംസ്ഥാന ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നത്. ഈ സംഘടന 2021 രൂപം കൊണ്ടുള്ള പ്രധാന കാരണം KSE ബോർഡ് എന്ന പഴയ സർക്കാർ ഉടമസ്ഥയിലുള്ള സ്ഥാപനം ഒരു കമ്പനിവൽക്കരണത്തിൻ്റെ ഭാഗമായി KSEB ലിമിറ്റഡായി രൂപാന്തരപ്പെട്ടപ്പോൾ
ബോർഡിലെ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും അതുപോലെ ബോർഡിൻ്റെ പ്രവർത്തനമെല്ലാം നിഷ്കർഷിക്കുന്ന ഒരു ത്രികക്ഷി കരാർ ഉണ്ടാക്കുകയും ആ ത്രികക്ഷി കരാറിൻ്റെ ഭാഗമായി പെൻഷൻകാരുടെ ഭാവി അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ അത് കൃത്യമായി ലഭ്യമാക്കുന്നതിന് വേണ്ടി ഒരു മാസ്റ്റർ ട്രസ്റ്റ് സംവിധാനം രൂപീകരിക്കപ്പെടുകയും ചെയ്തു. പക്ഷേ 2021 വരെ ഞങ്ങളുടെ നിരീക്ഷണത്തിൽ 2021 ആയപ്പോഴത്തേക്കും ആ മാസ്റ്റർ ട്രസ്റ്റ് അതിൻ്റെ നിയമാവലി പ്രകാരം അത് കൃത്യമായി നടപ്പിൽ വരുത്തിയില്ല എന്നുള്ളത് മനസ്സിലായിക്കൊണ്ട് ബോർഡിലെ എല്ലാ സംഘടനകളിലും പെട്ടവരെയും രാഷ്ട്രീയ ഭേദമന്യേ ഉള്ള പെൻഷൻകാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് 2021 സെപ്റ്റംബർ 27 ആലപ്പുഴയിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം തുടങ്ങി. 2021 നവംബർ 1 കേരളപ്പിറവി ദിനത്തിൽ എറണാകുളത്ത് റിട്ടയർഡ് ജഡ്ജി ഹൈക്കോടതി ജഡ്ജി ശ്രീ കമാൽ പാഷ സാർ ഉദ്ഘാടനം ചെയ്ത് സമാരംഭിച്ച ഈ സംഘടന അന്ന് കേവലം 51 പേർ മാത്രമുണ്ടായിരുന്ന ഈ സംഘടന ഇന്ന് 6000-ൽ പരം ബോർഡിലെ പെൻഷൻകാരെ ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ പ്രവർത്തിച്ചു വരികയാണ്. ഞങ്ങൾ ഒട്ടേറെ കാര്യങ്ങൾ ഈ പെൻഷൻകാർക്ക് വേണ്ടി ഭാവിയിൽ ആവശ്യമായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഞങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. കോടതി വഴി ഈ മാസ്റ്റർ ട്രസ്റ്റ് എന്നുള്ള ആ ഒരു സംവിധാനം കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി ഒരു കോടതിയിൽ നിന്നും ഒരു വിധി സമ്പാദിക്കുകയും അതിൻ്റെ ഭാഗമായി 6/9/24 സർക്കാരിൽ നിന്നും ഒരു ഉത്തരവ് സമ്പാദിക്കുകയും അതുപോലെ തന്നെ ബോർഡിലെ ജീവനക്കാർക്കും പെൻഷൻകാർക്കും 3% DA 1/22 മുതൽ 7/24 വരെയുള്ള 3% DA ആദ്യമായി ഞങ്ങൾ കോടതിയിൽ നിന്ന് ഉത്തരവ് വാങ്ങി ഞങ്ങളുടെ ജീവനക്കാർക്കും പെൻഷൻകാർക്കും അതിൻ്റെ കുടിശ്ശിക മൊത്തത്തിൽ കേരളത്തിലെ മറ്റൊരു സ്ഥാപനത്തിലും കേരള സർക്കാരിലെ ജീവനക്കാർക്കും ലഭിക്കാത്ത ആ ഒരു സംഭവം ഞങ്ങൾ ബോർഡിൽ നടപ്പിലാക്കി കഴിഞ്ഞു. അതുപോലെ തന്നെ പല കാര്യങ്ങളും ഞങ്ങൾ ഇനി ലക്ഷ്യമിടുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ ഞങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ VP രാധാകൃഷ്ണൻ സംസാരിക്കുന്നതാണ്. ഇന്ന് രാവിലെ മുതൽ ഇവിടെ നടക്കുന്ന ജില്ലാ പ്രതിനിധി സമ്മേളനം വിവിധ വിഷയങ്ങൾ വൈദ്യുതി ബോർഡുമായി ബന്ധപ്പെട്ട ജീവനക്കാരും പെൻഷൻകാരുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്തു. അതിലിപ്പോഴത്തെ നമ്മളുടെ ഊർജ്ജ മേഖലയുമായി ബന്ധപ്പെട്ട് വളരെ അധികം വിവാദമായിരിക്കുന്ന ഒരു വിഷയത്തിൽ കൃത്യമായി തീരുമാനം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അത് പ്രധാനമായിട്ടുള്ളത് മൂഴിയാർ പവർ ഹൗസുമായി ബന്ധപ്പെട്ട ഒരു അഴിമതി ആരോപണമാണ്. നമ്മുടെ വർത്തമാനകാല പത്രങ്ങൾ ഇപ്പോൾ സ്ഥിരം പങ്ക്തിയായി മാറിയിരിക്കുന്ന മൂഴിയാർ അഴിമതിയുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന പ്രധാനപ്പെട്ട ആവശ്യമാണ് ഇന്നിവിടെ ചേർന്നിരിക്കുന്ന ജില്ലാ പ്രതിനിധി സമ്മേളനം പ്രധാനമായും വൈദ്യുതി വകുപ്പ് മന്ത്രിയോടും സംസ്ഥാന മുഖ്യമന്ത്രിയോടും ആവശ്യപ്പെടുന്നത്. അത് സംബന്ധിച്ച് നമ്മുടെ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് പത്രമാധ്യമങ്ങളിൽ വന്നിട്ടുള്ള വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഒരു ലാവ്ലിൻ അഴിമതിയെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ ആഴമേറിയ ഒരു രാഷ്ട്രീയ സാമ്പത്തിക അഴിമതി അതിൻ്റെ പിന്നിലുണ്ട്. അത് കൃത്യമായി അന്വേഷിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരും. വൈദ്യുതി മേഖല അഭിമുഖീകരിച്ച രൂക്ഷമായ വൈദ്യുതി പ്രതിസന്ധിക്ക് ഒരു അളവ് വരെ കാരണമായി തീർന്നിട്ടുള്ള അഴിമതി വെളിച്ചത്ത് കൊണ്ടുവരണമെന്നാണ് ഈ സംഘടനയുടെ ജില്ലാ പ്രതിനിധി സമ്മേളനം ഇന്ന് പ്രധാനമായും ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം പെൻഷൻ സംബന്ധിച്ചിട്ടുള്ള സർക്കാർ ഉത്തരവ്, പെൻഷൻ സുരക്ഷ സംബന്ധിച്ചിട്ടുള്ള മാസ്റ്റർ ട്രസ്റ്റിൻ്റെ വകമാറ്റിയ പെൻഷൻ ഫണ്ട് 24% പിഴപ്പലിശയോടെ തിരിച്ചടയ്ക്കണമെന്നുള്ള സർക്കാരിൻ്റെ 6/9/24 ഉത്തരവ് നടപ്പിലാക്കുക. വൈദ്യുതി ബോർഡിൽ സർക്കാർ അനുമതി ഉണ്ടായിട്ടും തടഞ്ഞു വെച്ചിട്ടുള്ള 159 മാസത്തെ DADR കുടിശ്ശിക അടിയന്തരമായി വിതരണം ചെയ്യുക എന്നീ ആവശ്യങ്ങളും ഈ സംഘടന ഉന്നയിക്കുകയാണ്.